കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. പുറത്തുനിന്നൊക്കെ വലിയ ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ഐറ്റം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലില്ലാത്ത ചിക്കനെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. വേണമെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ ഒരു മുട്ടയോ പൊട്ടിച്ച് വയ്ക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം. അതിനായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം 2-3 തവണ പച്ചവെള്ളത്തിലിട്ട് കഴുകുക. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലെ വെള്ളം ഊറ്റിക്കളയുക. അതിലെ വെള്ളം കംപ്ലീറ്റ് ഉപ്പിയെടുത്തതിന് ശേഷം അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടക്കുന്നത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ തോന്നും ഒരുപാട് പണിയെടുക്കണ്ടേന്ന്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് പണിയായിട്ട് തോന്നുള്ളൂ. ചിക്കനൊക്കെ നേരത്തെ തന്നെ മസാല പുരട്ടി വെച്ചിരുന്നു. അതുപോലെ തന്നെ കിഴങ്ങും നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കൽ മാത്രമേ അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണ്ട വൈറ്റ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. സ്ലൈസ്ഡ് ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് മയോണൈസും ചീസ് ക്രീമും ഒക്കെ റെഡിയാണ്. ഒരു ബൗളെടുത്ത് ആദ്യം അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മുകളിലായിട്ട് മയോണൈസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസും ചീസ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കയ്യിൽ ഓർഗാനോ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. 1-2 പേരെ കഴിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ 1 ലെയർ മതിയാവും. ആദ്യം ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫ്രൈ ചെയ്തത്, മയോണൈസ്, ചീസ് ക്രീം,
ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചീസ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.